ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രഗ്നൻസി ടെസ്റ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് 3 ടൈപ്പിലുണ്ട്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ശരണ്യ എന്നാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് ഇറ്റ്സ് മീ ശരണ്യ നിഖിൽ എന്നാണ് കേട്ടോ. ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കയറി നോക്കിയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് നമുക്ക് വേഗം തന്നെ പോകാം. പ്രഗ്നൻ്റ് ആണോ എന്നുള്ള കാര്യം പെട്ടെന്ന് അറിയാൻ തന്നെ നമുക്ക് 3 ടൈപ്പുകൾ ടെസ്റ്റുകളുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും പ്രോപ്പറായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് അല്ലേ. അപ്പോൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ഉണ്ട്, നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ട് കേട്ടോ. അങ്ങനെ 3 ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിലും സെക്കൻഡ് പ്രഗ്നൻസി ആയാലും പ്രഗ്നൻ്റ് ആണോ എന്നുള്ള ആ ഒരു പീരീഡ്സ് മിസ്സായിട്ടുള്ള ടൈമിൽ നമുക്ക് പ്രഗ്നൻ്റ് ആണോ എന്ന് അറിയാൻ ഭയങ്കരമായിട്ടുള്ള ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാവില്ല. എക്സ്പെഷ്യലി ഫസ്റ്റ് പ്രഗ്നൻസിയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അതെങ്ങനെയാണെന്ന് അറിയാണ്ടിരിക്കാനൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ടും നമുക്ക് അറിയണം, ഇത് പോസിറ്റീവ് ആണോ എന്നുള്ള കാര്യം നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള അതും പെട്ടെന്ന് തന്നെ നമുക്ക് അറിയണം അല്ലേ ടെസ്റ്റ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ 3 ടൈപ്പ് പ്രഗ്നൻസി ടെസ്റ്റുകളാണ് നമുക്കുള്ളത് അല്ലേ. ഒന്ന് ബ്ലഡ് ടെസ്റ്റ്, ഒന്ന് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ്, ഒന്ന് അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ബ്ലഡ് ടെസ്റ്റ് എപ്പോഴാണ് ചെയ്യുക, നമുക്ക് എങ്ങനെയാണ് ആ റിസൾട്ട് കിട്ടുക, എവിടെ നിന്നാണ് നമ്മൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ച് സംസാരിക്കാം. ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇംപ്ലാന്റേഷൻ സക്സസ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് ബ്ലഡിൽ HCGയുടെ അളവ് കൂടുതലായിട്ട് കാണിക്കുന്ന ടൈമിലാണ് നമുക്ക് നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവായിട്ട് കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെങ്കിൽ യൂറിൻ ടെസ്റ്റിനെങ്കിൽ മുന്നേ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഡോക്ടേഴ്സ് പറയാറുണ്ട് ചെയ്ത് നോക്കാൻ. അപ്പോൾ നമ്മളെ ഈ ഒരു HCGയുടെ അളവ് കൂടുതലായിട്ട് കാണിക്കുന്ന സമയത്ത് നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ മുന്നേ തന്നെ നിങ്ങൾ ബീറ്റ HCG എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അത് നമ്മൾ ലാബിലാണ് ചെയ്യുക, നമ്മൾ വീട്ടിൽ നിന്നല്ല ചെയ്ത ലാബിൽ പോയിട്ട് ബ്ലഡ് കൊടുത്തതിന് ശേഷം നമുക്ക് ചിലപ്പോൾ ഒരു 1-2 ദിവസം പിടിക്കാറുണ്ട് ആ ടെസ്റ്റ് കിട്ടാൻ. എല്ലാ ഫെസിലിറ്റീസുള്ള ലാബുകളിൽ പോകാന്നുണ്ടെങ്കിൽ നമുക്ക് അന്ന് തന്നെ റിസൾട്ട് കിട്ടാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 1-2 ദിവസം വൈകാനും ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന്നത് നമ്മുടെ ഓവുലേഷൻ ടൈം കഴിഞ്ഞിട്ട് 10 to 12 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓവുലേഷൻ ടൈം കഴിഞ്ഞിട്ട് പീരീഡ്സ് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റും. നിങ്ങൾ പീരീഡ്സ് മിസ്സായിട്ട് 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റും. നമുക്ക് എത്ര വീക്കായി എന്നുള്ള കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പ്രഗ്നൻ്റ് എത്രയും പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഡേയ്സും എത്ര വീക്കായെന്നും വിത്ത് ഡേയ്സിനെയും കൂടിയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കതിൽ ആ റിസൾട്ടിൽ കാണിക്കുന്നതായിരിക്കും. HCG എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25 എബോവ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രഗ്നൻ്റ് ആണ്. 6 to 24 ഒക്കെ റേഞ്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ പോസിബിൾ ആണ്, നമുക്ക് പ്രഗ്നൻസിക്ക് പോസിബിൾ ആണ്. ബിലോ ഒരു 6 ഒക്കെ വരികയാണെന്നുണ്ടെങ്കിലും 5 to 6 ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസി നെഗറ്റീവ് ആണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന് ഒരു 500 റുപ്പീസിനൊക്കെ അടുത്ത് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ടെസ്റ്റിന്. ബീറ്റ HCG പറഞ്ഞ ടെസ്റ്റിന് അത്രത്തോളം വരുന്നുണ്ട്. എല്ലായിടത്തും എത്ര രൂപയെന്നുള്ള കാര്യം നമുക്കറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല. എങ്കിൽ ഒരു 500 റുപ്പീസ് എന്തായാലും വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ടെസ്റ്റിന് കേട്ടോ. നെക്സ്റ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു HCG കാർഡ് മേടിച്ചിട്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അത് നമ്മൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ മുന്നേ നമ്മൾ മോർണിംഗ് യൂറിൻ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആ മോർണിംഗ് യൂറിൻ എടുത്തിട്ട് നമുക്ക് യൂറിൻ പ്രഗ്നൻസി കാർഡ് മേടിച്ചിട്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം. നമുക്ക് ലാബിൽ കൊണ്ടിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അതിൽ നമുക്ക് 2 ലൈന് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവും 1 ലൈന് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവും, പിന്നെ നമുക്ക് വരുന്നത് ഒരു ലൈറ്റ് ലൈൻ പോലെ ഒരു കളറിൽ വരില്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസി പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ
ഫോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരും. ഫോൾ പോസിറ്റീവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വീക്കിൽ നമുക്ക് പോസിറ്റീവും പിന്നെയുള്ള വീക്കിൽ നെഗറ്റീവും കാണിക്കാൻ ചാൻസ് ഉണ്ട്. സെയിം ഇതേപോലെ തന്നെ ഫോൾ നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് കാണിച്ചിട്ട് നെക്സ്റ്റ് വീക്ക് ചെക്ക് ചെയ്യുമ്പോൾ നെഗറ്റീവും കാണിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് HCG അളവ്, ബ്ലഡിൽ യൂറിനിലെ HCG അളവ് വേരിയേഷൻസ് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയും നമ്മുടെ ഈ ഒരു യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഫെയിൻ ലൈൻ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കാം, നമുക്ക് പ്രഗ്നൻസി പ്രതീക്ഷിക്കാം എന്നാണ് കേട്ടോ. ഫെയിൻ ലൈന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി പ്രതീക്ഷിക്കാം. ഒരു 1 വീക്കും കൂടി കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ 2 ലൈന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഈ പിന്നെ ഫോൾ പോസിറ്റീവും ഫോൾ നെഗറ്റീവും വരുന്ന ആൾക്കാർ എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് കേട്ടോ. അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുമല്ലോ. നമുക്കൊരു 6 വീക്കൊക്കെ ആകുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും ഡോക്ടേഴ്സ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാറ് കേട്ടോ. നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് സ്കാനിങ് മതി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡോക്ടർ പറഞ്ഞു തരുന്നത് ആ ഒരു ടൈമിലാണ് അല്ലേ. കറക്റ്റായിട്ടും 6 to 8 വീക്കിലാണ് നമ്മൾക്ക് ആ ഒരു സ്കാനിങ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കുട്ടിയുടെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കേൾക്കാൻ വേണ്ടി പറ്റും. അത്രയ്ക്കും കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റില്ലെങ്കിലും എന്നാലും നമുക്ക് നല്ല രീതിയിൽ കേൾക്കാൻ ഡോക്ടേഴ്സിനെ കേൾക്കാൻ പറ്റുന്ന ആ ഒരു ടൈമാണ്. അപ്പോൾ ഇതിൽ 3 ഞാൻ പറയുന്നത് നമുക്ക് ഒരേ ടൈമിലുണ്ട്. നമുക്ക് ഒരേ വീക്കിൽ നമുക്ക് ഇന്ന സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ഒരേ സെക്ഷൻ ആയിട്ടുള്ളതുണ്ട് കേട്ടോ. അത് ഞാൻ ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 2 to 5 വീക്കിൽ നമുക്ക് ഗ്യാസ്ട്രക്ഷൻ സാക്കും, 5 to 5 വീക്കിൽ യോക്ക് സാക്കും, 6 വീക്കിൽ നമുക്ക് ഫീറ്റഫുൾ ആണ് വരുന്നത് കേട്ടോ. പിന്നെ 6 to 8 വീക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഹാർട്ട് ബീറ്റ് കേൾക്കാൻ ആ ഒരു ടൈമാണ് നമുക്ക് ഈ ഒരു സ്കാനിങ്ങിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ സ്കാനിങ് പെട്ടെന്ന് ആരും നമുക്കത് പറയില്ലാണ്, അതായത് ഡോക്ടേഴ്സ് പെട്ടെന്നൊന്നും പറയില്ല സ്കാനിങ്. അപ്പം ഞാൻ പേഴ്സണലി പറയുന്നത് ഈ ഒരു 3 നമുക്ക് ടെസ്റ്റിനെ കുറിച്ചിട്ടും എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടും നമ്മൾ പ്രഗ്നൻ്റ് ആണോ എന്നുള്ള കാര്യവും നമുക്ക് എത്ര വീക്കായി എന്നുള്ള കാര്യം കൊണ്ട് നമുക്ക് ഈ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഞാനൊരു പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. എനിക്ക് നല്ല അനുഭവം ഉണ്ട്. യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കൊരു ഫെയിൻ ട്രേസാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉള്ളോടെ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ടും ഞാൻ ഒരുപാട് നാൾ കാത്തിരുന്നിട്ട് എനിക്ക് കിട്ടിയാണ്. അപ്പോൾ നമുക്ക് പേഴ്സണലി നമുക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷമാണ്. പക്ഷേ നമുക്കൊരു കുറച്ച് സങ്കടം ഉണ്ടാവില്ല. അതായത് ഫെയിൻ ട്രേസാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിത് പ്രഗ്നൻ്റ് ആണോ അല്ല, ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ്. പക്ഷേ എങ്കിൽ കൂടിയും ആ ഒരു ടൈമിൽ നമ്മൾ എത്ര പഠിപ്പുള്ള ആൾക്കാരായിട്ടും എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പക്ഷേ ആ ടൈമിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷൻ ഉണ്ടാകും. ഇതിപ്പോൾ ഫെയിൻ ട്രേസ് എന്തുകൊണ്ട് വന്നു, എനിക്കത് ഭയങ്കരമായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ചെയ്തത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ബീറ്റ HCG എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ചെയ്യാൻ ചെയ്തത്. അത് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടി. ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഉണ്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് പ്രഗ്നൻസികളൊക്കെ കാത്തിരിക്കുന്ന അമ്മമാർക്കൊക്കെ ഭയങ്കരമായിട്ടൊരു സന്തോഷം, ഭയങ്കര എക്സൈറ്റഡ് ആകും അല്ലേ നമുക്ക് എന്താണെന്നുള്ള കാര്യം അറിയാണ്ടും. പിന്നെ നമുക്ക് ആ ഒരു ടെസ്റ്റ് ചെയ്താലാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയും എല്ലാവരും അമ്മമാരുടെയും അച്ഛന്മാരുടെയും മനസ്സിൽ, എക്സ്പെഷ്യലി വീട്ടുകാരുടെ മനസ്സിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ ഈ 3 ടെസ്റ്റിലും ഞാൻ പറയുന്നത് എനിക്ക് കറക്റ്റായിട്ടും എനിക്ക് എൻ്റെ പേഴ്സണലി ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളതല്ല, അതിനല്ല എനിക്ക് പേഴ്സണലി ഞാൻ പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ടും റിസൾട്ട് ഉണ്ടായിരുന്നത് എനിക്ക് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിനെക്കാട്ടും കൂടുതൽ എനിക്ക് ആക്യുറേറ്റ് ആയിട്ട് തോന്നിയത് എനിക്ക് ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എൻ്റെ സംശയങ്ങളും എൻ്റെ ടെൻഷനുകളൊക്കെ മാറിയത്. അത് നമുക്ക് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ വലിയ ആധികാരികമായിട്ട് സംസാരിക്കണം എനിക്ക് വല്ലാണ്ട് അറിയില്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ ഞാൻ നിങ്ങൾക്കുമായിട്ട് എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ബൈ ഡിയേഴ്സ്, ലവ് യു ഓൾ.